ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ നിന്നാണ്. സോ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന അൺമാരീഡ് മെയിൽസ് എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിനുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 മുതൽ 27 വയസ്സ് വരെയുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. സോ അതിന്റെ കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് 1 ഏപ്രിൽ 2026 ബേസ് ചെയ്തിട്ടാണ് ഓർത്തിരിക്കുക. അതായത് 1 ഏപ്രിൽ 1999 31 മാർച്ച് 2006 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കാം. സോ ഇതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. അതോടൊപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഫൈനൽ ഇയർ പഠിക്കുന്ന കാൻഡിഡേറ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ബി ഷെഡ്യൂൾ ആഫ്റ്റർ 1 ഏപ്രിൽ 2022 ആർ നോട്ട് എലിജിബിൾ എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2026 ശേഷം പബ്ലിഷ് ചെയ്യുന്ന റിസൾട്ട് ഒക്കെ ആണെങ്കിൽ അത് അവർ അംഗീകരിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങളുടെ റിസൾട്ട് പാസ് ആയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ ഓർത്തിരിക്കണം. സോ ഏതൊക്കെ സ്ട്രീമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്? സിവിലിലേക്ക് 75 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിന്റെ സിവിലിൽ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും, ഓരോ സ്ട്രീംസ്. ആ സ്ട്രീംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും സ്ട്രീമിൽ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ അത് 60 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കൽ 33 വേക്കൻസി. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് 64 വേക്കൻസി. പിന്നീട് വിളിച്ചിരിക്കുന്ന മെക്കാനിക്കൽ 101 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന ബിസിനസ് എഞ്ചിനീയറിംഗ് സ്ട്രീമാണ്. അത് പല സ്ട്രീമുകളോട് വരുന്നതാണ്. അത് 17 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓർത്തിരിക്കുക. സോ ഇങ്ങനെ ടോട്ടൽ 350 വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ നല്ല കേസ് നിങ്ങൾക്ക് ഇതിന് എക്സാം ഇല്ല. നിങ്ങൾക്ക് നേരിട്ട് ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ ഒരു ഇന്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ SSB ആയിരിക്കും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് അവർ ഇന്റർവ്യൂവിന് കോൾ വിളിക്കും. 2 സ്റ്റേജ് ഇന്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്നാണ്. സ്റ്റേജ് 1 പാസ് ആവുന്നതിനായിരിക്കും സ്റ്റേജിലോട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കും. നിങ്ങൾ സ്റ്റേജ് 1 സോ ട്രെയിനിങ് അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റാങ്ക് പ്രൊമോഷൻ വരെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലഫ്റ്റനന്റ് ക്യാപ്റ്റൻ അങ്ങനെ എല്ലാം ഇവിടെ ബേസിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് വായിച്ചു നോക്കി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്ലൈ ചെയ്യുന്ന ലിങ്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റിരിക്കാം. സോ ജസ്റ്റ് നിങ്ങൾ നോക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് അലവൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ നിന്ന്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 24 ജൂലൈ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 22 ഓഗസ്റ്റ് 2025 വരെയാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് പ്രോസസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുന്നേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ നല്ലൊരു അവസരം വന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത്. സോ അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റിനാണ് അവർ വിളിക്കുന്നത് ഓർത്തിരിക്കുക. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.